ഹായ്. അപ്പോൾ നമ്മൾ വേരിയബിളിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ വേരിയബിളിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇന്നലെ വാർ എന്നുള്ളത് എങ്ങനെയെന്ന് കാണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള രണ്ടും കൂടി എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും HTML പേജിൻ്റെ നമുക്ക് JS ഫയലുണ്ട്. അപ്പോൾ JS ഫയലിൽ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു, വാറിൽ ഒരു A എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്ത് നമ്മൾ ഡൈനാമിക് ടൈപ്പ് ആണോ, ഈ ജാവാസ്ക്രിപ്റ്റ് ഡൈനാമിക് ടൈപ്പ് ആണോ അല്ല സ്റ്റാറ്റിക് ടൈപ്പ് ആണോ എന്നുള്ളത് ഇന്നലെ നമ്മൾ പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഡൈനാമിക് ടൈപ്പാണ്. കാരണം എന്താ, ഏത് വേരിയബിള് ഈ വാറിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ലെറ്റ്, കോൺസ്റ്റ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വേരിയബിൾ നമുക്ക് ഡിക്ലറേഷൻ നടത്താം. അത് ഞാൻ പ്രോപ്പറായി പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസേഷൻ ഒരു ഇൻറ്റിജർ വെച്ചിട്ടോ നമ്പർ വെച്ചിട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സ്ട്രിങ് വെച്ചിട്ടും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം ഡൈനാമിക് ടൈപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായി. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇപ്പോൾ ഇന്നലെ വാർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ലെറ്റ് വെച്ച് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഞാൻ A എന്നുള്ളത് ചെയ്യുന്നു. ഈ വേരിയബിൾ നെയിം എല്ലാം എന്ത് നെയിമും കൊടുക്കുക എന്നുള്ളത് നമ്മൾ ബേസിക് കോഡിങ് ചാലഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചാനൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണാം. ഓക്കെ, കാണാത്തവർ. ഓക്കെ, ലെറ്റ് A എന്ന് ചെയ്തു. അപ്പോൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 അസൈൻ ചെയ്യാണ്. ഓക്കെ, 10 അസൈൻ ചെയ്തപ്പോൾ പിന്നീട് വന്ന് നോക്കുമ്പോൾ വീണ്ടും ഞാനിവിടെ A അസൈൻ ഒരു സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ ഹലോ എന്ന് കൊടുക്കാം. ഇവിടെ ഹലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതും ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ console.log നമ്മൾ എനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൺസോളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കൺസോളിൽ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. ഓക്കെ, HTML പേജിൽ ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല. ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതിനെന്ത് വേണ്ടി ചെയ്യണം, നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടാഗ് ഏറ്റവും താഴത്ത് സ്ക്രിപ്റ്റ് ടാഗ് എഴുതുക. സ്ക്രിപ്റ്റ് ടാഗ് എന്ന് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. എന്നിട്ട് src ഏതാണ് index.js എന്നുള്ളത് കോൾ ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി പോയി നോക്കുക, റൺ ചെയ്യുക. കണ്ടോ, ഹലോ എന്നുള്ളത് നമുക്ക് ഇവിടെ പ്രിൻ്റായി കിട്ടി. ഓക്കെ, ഹലോ എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ബ്രൗസറിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ കാണുന്നത്. ബ്രൗസറിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത കേസ്, അതായത് ബ്രൗസർ ഇല്ലെങ്കിൽ നമുക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതായത് ഈ ടെർമിനലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോഡ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നോഡും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ബ്രൗസറിൽ തന്നെ കാണിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, ബ്രൗസറിലൊന്ന് ഉപയോഗിച്ച് പഠിക്കുക. കാരണം ബ്രൗസർ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ പഠിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഹലോ പ്രിൻ്റ് ചെയ്തു. ഇനി ഇത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 10 എന്നുള്ളത് പ്രിൻ്റ് ആവും. അപ്പോൾ ഇനി കോൺസ്റ്റ് കൊടുത്തു നോക്കാം. കോൺസ്റ്റ് എന്താണ്, കോൺസ്റ്റ് ഞാനിവിടെ ലെറ്റിനെ മാറ്റി കോൺസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി നോക്കിയാൽ കണ്ടോ, ഒന്ന് റിഫ്രഷ് ചെയ്യുക, 10 എന്നുള്ളത് പ്രിൻ്റായി. ഇനി ആ കോൺസ്റ്റ് 10ന് പകരം ഞാൻ ഇവിടെ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായി, ഹലോ എന്നുള്ളത് പ്രിൻ്റായി. അപ്പോൾ നമുക്ക് നമ്മൾ വാർ വെച്ച് ഡിക്ലെയർ ചെയ്തു, അതേപോലെ ലെറ്റ് വെച്ച് ഡിക്ലെയർ ചെയ്തു, കോൺസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര രീതിയിൽ, 3 രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ലെറ്റ്, വാർ, കോൺസ്റ്റ്. അപ്പോൾ 3ഉം എന്താണ്, ഒരുപോലെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, അപ്പോൾ ഈ 3ഉം ഒരുപോലെയാണ് പെർഫോം ചെയ്യുന്നത്, പിന്നെന്തിനാ നമുക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ള പലർക്കും എന്ത് ചെയ്യും ചിന്ത ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തുകൊണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ വാറിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, വാറിനെ വെച്ച് A അസൈൻ ചെയ്ത് ഹലോ എന്ന് ചെയ്തു, പിന്നെ അതിനെ സ്ട്രിങ് വെച്ചു, ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ലെറ്റ് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു, അതായത് സ്ട്രിങ്ങും അതുപോലെ തന്നെ ഇനീഷ്യലൈസേഷൻ ഒന്നും കൂടി നമ്മൾ ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, വാറെന്ന് വെച്ചാൽ ഇതിന് സ്കോപ്പുണ്ട്, ഓരോ സ്കോപ്പുണ്ട്. ആ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പറയാം. തൊട്ട് മുമ്പ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് വാറെന്ന് വെച്ച് നമ്മൾ 10 നിന്ന് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, താഴെ വന്നതിന് ശേഷം ഇനീഷ്യലൈസേഷൻ, അതായത് എന്നെ വാല്യൂ 10 എന്ന് മാറ്റി നമ്മൾ ഹലോ എന്നുള്ള ഒരു സ്ട്രിങ്ങും കൂടി നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ എന്നിട്ട് പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് ഹലോ എന്നുള്ളതാണ് പ്രിന്റ് ചെയ്തത്, 10 പ്രിന്റ് ആയത്. കാരണം എന്താ, റീ ഇനിഷ്യലൈസേഷൻ എന്താണെന്നുള്ള, ഈ ഇനിഷ്യലൈസേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ബേസിക് കോഡിങ് പോയി കാണാം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ സംശയം വന്നാലോ എന്നുള്ള രീതിയിൽ. എന്നിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മളെ ബയോയിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ഈ ഇവിടെ ലെറ്റിൻ്റെ കേസിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായത് ലെറ്റ് 10 അസൈൻ ചെയ്തു, അപ്പോൾ ഇൻറ്റീജറാണ്, അത് നമ്പറാണ് ഞാൻ അസൈൻ ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്ക് അസൈൻ ചെയ്തത് സ്ട്രിംഗ് ആണ്, ഞാൻ സ്ട്രിംഗ് പ്രിന്റ് ചെയ്തു. പക്ഷേ ഞാൻ കോൺസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കോൺസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഇതിനെ ഹൈഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ രണ്ടും ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്ത്, കോൺസ്റ്റ് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു 10 അസൈൻ ചെയ്തു. 10 അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് 10 എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ പോയി എ അസൈൻ, അതായത് 10നെ റീ ഇനിഷ്യലൈസേഷൻ, കോൺസ്റ്റ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തത്, പിന്നെ റീ ഇനിഷ്യലൈസേഷൻ ആണ്, അതായത് 10 മാറ്റി ഹെല്ലോ എന്നുള്ള സ്ട്രിങ് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു എറർ ത്രൂ ചെയ്യുന്നുണ്ട്. എന്താ എറർ നോക്കിയേ, എറർ എന്ന് വെച്ചാൽ അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന്. കാരണം എന്താ, കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആണിത്. അതായത് ഈ വേരിയബിൾ, അതായത് കോൺസ്റ്റ് വെച്ചിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ അത് ഒറ്റ വട്ടേ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ വട്ടം മാത്രമേ ഇനിഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, റീ ഇനിഷ്യലൈസേഷൻ പറ്റൂല. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം, റീ ഇനിഷ്യലൈസേഷൻ പോസിബിൾ അല്ല. അതായത് ഇതുപോലെ എക്ക് എന്താണോ അസൈൻ ആദ്യം കൊടുത്തത്, ആ അസൈൻ ചെയ്ത വാല്യൂ തന്നെ ആയിരിക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റീ ഇനിഷ്യലൈസേഷൻ നടക്കൂല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എ അസൈൻ ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കമൻറ്റ് ഇത് ഒഴിവാക്കണം. ഇപ്പോൾ നോക്കിയാലോ, ഇപ്പോൾ ആ 10 എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ, യാതൊരു എറർ ഇല്ല. ഇനി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിഷ്യലൈസേഷൻ പിന്നീടാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡിക്ലെയർ ചെയ്തു, ഓക്കെ, കോൺസ്റ്റ് വെച്ച് എ എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഞാൻ താഴത്ത് വന്നതിന് ശേഷം എ അസൈൻ 10 എന്നുള്ളത് കൊടുത്താൽ നടക്കുമോ, നടക്കൂല. അപ്പോഴും എന്ത് ചെയ്യുക, കാണിക്കുക, എററാണ്. എറർ എന്ത് ചെയ്യും, ത്രോ ചെയ്യും. കാരണം ഈ കോൺസ്റ്റ് വെച്ചിട്ട് എ എന്നുള്ളത് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒരു മീൻസ് എപ്പോഴാണോ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യണം, ഇനീഷ്യലൈസേഷൻ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 10 നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പോൾ കോൺസ്റ്റ് എന്നുള്ളത് വാറും ലെറ്റും എന്ത് ചെയ്യും, തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ലെറ്റും വാറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീ ഇനിഷ്യലൈസേഷനും റീ ഡിക്ലറേഷനും നടക്കും എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇനി ലെറ്റിൻ്റെ കാര്യത്തിൽ വരാം. ലെറ്റിന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റാണ് ഞാൻ കൊടുത്തതെങ്കിൽ എന്തായി, നമുക്ക് ഡിക്ലെയറും ചെയ്ത് ഇനിഷ്യലൈസേഷൻ ചെയ്തു, വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു, റീ ഇനിഷ്യലൈസേഷൻ ചെയ്യാണ്, ഒന്നും കൂടി വേറെ സ്ട്രിങ്ങോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് വന്ന് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, റീ ഡിക്ലറേഷനും നടക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റ് തമ്മിലെ വ്യത്യാസം, റീ ഇനീഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ കോൺസ്റ്റിൽ നടക്കുന്നില്ല, ലെറ്റിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസം മനസ്സിലായി. ഇനി ലെറ്റ് റീ ഡിക്ലറേഷൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കാം. അതായത് ലെറ്റ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ 10 ഇനിഷ്യം. ഇനി ലെറ്റ് വെച്ചിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പറ്റൂല. അപ്പോഴും എന്താ കാണിക്കുന്നത്, എ ഹാസ് ഓൾറെഡി ബീൻ ഡിക്ലെയർഡ്. എന്താണ്, ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ലെറ്റ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കോൺസ്റ്റും ലെറ്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാം, കോൺസ്റ്റ് വേരിയബിൾ റീ ഡിക്ലറേഷനും പറ്റൂല, റീ ഇനിഷ്യലൈസേഷനും പറ്റൂല. എപ്പോഴാണോ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇനിഷ്യലൈസേഷൻ നടത്തിയിരിക്കണം. പക്ഷെ ലെറ്റിൻ്റെ കേസിൽ വന്നാൽ ലെറ്റിന് എന്ത് ചെയ്യണം, ഏത് വെച്ച് നമ്മൾ 10 അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ റീ ഇനിഷ്യലൈസേഷൻ നടക്കും. അതായത് ഡിക്ലെയർ അല്ലാതെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എ അസൈൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, റീ ഇനിഷ്യലൈസേഷൻ നടക്കാം. എന്ത് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു വട്ടം മാത്രമേ ഡിക്ലറേഷൻ പറ്റുള്ളൂ, മൾട്ടിപ്പിൾ തവണ ഡിക്ലറേഷൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ലെറ്റും കോൺസ്റ്റും തമ്മിൽ വ്യത്യാസം ഇതാണ്. ഇനി വാറിൻ്റെ കേസ് നോക്കാം. നമ്മളിവിടെ ലെറ്റ് മാറ്റി വാറാക്കാണ്. വാറാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എ എന്നുള്ളത് അസൈൻ ചെയ്തു, 10 ആയി. അപ്പോൾ എൻ്റെ വാല്യൂ വീണ്ടും ഞാൻ മാറ്റി. അപ്പോൾ അത് നടക്കുമോ, നടക്കും. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, അത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി റീ ഡിക്ലറേഷൻ നടക്കുമോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. അത് നമുക്ക് നോക്കി നോക്കാം. വാറെന്ന് കൊടുത്തു, പിന്നെ സേവ് ചെയ്തു, പോയി നോക്കിക്കഴിഞ്ഞാൽ അതും നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വാറ് ലെറ്റ് കോൺസ്റ്റ് എന്നുള്ള ഇത് മൂന്നിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പറായി മനസ്സിലായിട്ടുണ്ടാവും.
മനസ്സിലാവും. ഈ വാർ എന്നുള്ള വേറൊരു കാര്യമുണ്ട്. ഞാൻ ES6 എക്മാസ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ. ആ ES6 ശേഷം വന്ന 2 ഫീച്ചറാണ് ഈ ലെറ്റും കോൺസ്റ്റ് എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പേ ഉള്ളതാണ് ഈ പറഞ്ഞ വാർ. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഡിഫറൻറ്റ് എന്താ മനസ്സിലായിട്ടുണ്ടാവും, ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ലെറ്റും ഈ കോൺസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ കൂടുതൽ പ്രൊജക്ട്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വേരിയബിൾ നമ്മൾ ഇപ്പോൾ കുറേ വലിയ കോഡായിരിക്കും, ഏറ്റവും താഴത്ത് വന്ന് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് താഴത്ത് വന്നിട്ട് നമ്മൾ വീണ്ടും അറിയാതെ ഒരു വേരിയബിളിൻ്റെ നെയിം കൊടുത്തിട്ട് ഇനിഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ വാറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എറർ ത്രോ ചെയ്യില്ല. ഓൾറെഡി ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, റീഇനിഷ്യലൈസേഷൻ ചെയ്യാം. പക്ഷെ കോൺസ്റ്റ് വെച്ചാൽ പറ്റൂല, അപ്പം തന്നെ എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ കോൺസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ലെറ്റ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ വീണ്ടും കുറേ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, മുകളിൽ ഇന്ന കോഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, നേരെ താഴത്ത് വന്നിട്ട് വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ എറർ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 3 വ്യത്യാസം മനസ്സിലായി. ഇനി വ്യത്യാസമുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം.